ഈ ഫോൺ എൻ്റെ ഇരിക്കട്ടെ. നീ ആദ്യമായിട്ട് ഫോൺ എടുത്തോ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ശരി, വാ ചേച്ചി, അകത്തേക്ക് പോ. ടേക്ക് കെയർ വേദാന്ത്. ചേച്ചി, നിങ്ങൾ മണ്ഡപത്തിന്റെ അടുത്തേക്ക് പോക്കോ. വേദാന്ത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ തന്നെ നിൽക്കാം. അമ്മേ, ഇനി മതി. നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുഹൂർത്ത സമയവും കഴിഞ്ഞിട്ട് നാളെ നേരം വെളുക്കുകയും ചെയ്യും. അറിയാവുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് ചെയ്യണ്ടേ? ചടങ്ങുകളെല്ലാം അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ ആൺകുട്ടിയുടെ വിവാഹമാണ്. ഈ ചടങ്ങുകളൊന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ശരി, അതെന്തായാലും വേഗം തീർക്കാൻ നോക്ക്. മുഹൂർത്ത സമയം കഴിഞ്ഞു പോകാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാനാ. നമ്മുടെ കൂട്ടത്തിലെ ചടങ്ങുകൾ പ്രകാരം മോതിരം തിരയുന്ന ചടങ്ങും പൂച്ചെണ്ടെറിയുന്ന ചടങ്ങും മണ്ഡപത്തിൽ തന്നെ നടക്കാറുണ്ട്. രണ്ടുപേരും നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. അതൊക്കെ ഇവിടെ ചെയ്തേ പറ്റൂ. ആയിക്കോട്ടെ, പഴയ ചടങ്ങുകളല്ലേ, എന്ത് ചെയ്യാനാ. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂ. അതുകൊണ്ടായിരിക്കും സമയം കളയാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കണ്ണാ, താൻ അവളെ കണ്ടോ? ഞാൻ എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷെ എവിടെയും കാണുന്നില്ല. അമൂല്യ പറഞ്ഞു ആ ജിമ്മിലെ റൂമിലുണ്ടെന്ന്. ആ റൂമിന്റെ പുറത്ത് നോട്ട് അലൗഡ് എന്ന ബോർഡ് ഉണ്ടായിരിക്കും. താൻ അവിടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ. നിങ്ങൾ എന്നെ പേര് വിളിച്ചാ മതി. ഞാൻ നിങ്ങളെക്കാൾ ഒരുപാട് ഇളയതാണ്. അതൊന്നുമല്ല കണ്ണ ഇപ്പൊ പ്രശ്നം. ആദ്യം അവിടെ ആരതി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യൂ.
നിങ്ങൾ പറഞ്ഞ റൂം കാണുന്നത്. ചേട്ടാ, ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനൊരു ചാൻസും ഇല്ല. ഈ സൈഡിലേക്ക് ആർക്കും അങ്ങനെ എൻട്രി ഇല്ല. ഈ സൈഡ് ആരും കണ്ടിട്ടുമില്ല. ഇത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഹലോ ഹലോ കണ്ണ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ധ്രുവ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതെല്ലാം പിന്നെ പറയാം ഏട്ടത്തി. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാം. വാ വാ ഏട്ടത്തി. വേദാന്ത് ചേച്ചിയെ പറ്റി എന്തെങ്കിലും? നിന്റെ ഫ്രണ്ട് ആ റൂമിൽ കയറിയപ്പോ കോള് കട്ടായി പോയി. ആ ജിമ്മിലുള്ളവരാണെങ്കിൽ ഡേഞ്ചറസ് ആൾക്കാരാ. അവനെന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവരുടെ കയ്യിൽ നിന്ന് ആരതിയെ സേഫായി കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ഇപ്പോഴേ ഒരുപാട് സമയം വേസ്റ്റായി. ഐ എം വെറീഡ്. അന്ന് ഗൗതം, ഇന്ന് സാരിക. എന്താ ചേച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ? ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ചേച്ചിയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാ? നോ, ആരതിക്ക് ഒന്നും പറ്റില്ല. നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ അമൂല്യ. പോസിറ്റീവായിട്ട് എന്ത് ചിന്തിക്കാനാ? ചേച്ചി വരുമ്പോഴേക്കും വിക്കിച്ചേട്ടനും പിന്നെ സാരിക്കയുടെയും വിവാഹം കഴിഞ്ഞാലോ? ഒരിക്കലും ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ല വേദാന്ത്. ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്ത ഈ പ്രോബ്ലം സോൾവ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്നെ തൊട്ട് സത്യം ചെയ്യുക, ആരതി തിരിച്ചു വന്നിരിക്കും. വിക്രാന്തിനെ കല്യാണം കഴിക്കുകയും ചെയ്യും. വിക്കിയും ആരതിയും പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവര് രണ്ടുപേരും നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്തോണ്ടിരുന്ന് വെറുതെ എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നേ? അല്ല, അത് സുഹാസിനി, നിങ്ങളുടെ അമ്മ പഴയ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ചടങ്ങുകളൊക്കെ ചെയ്യാണ്ടിരുന്ന എങ്ങനെയാ? ചടങ്ങുകളൊക്കെ നമ്മുടെ സൗകര്യത്തിനായിരിക്കണം നടത്തേണ്ടത്. അല്ലാതെ ഇങ്ങനെ സമയം കളയാനാവരുത്. ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തോണ്ടിരുന്ന വിവാഹം എപ്പോ നടത്തും? പിന്നീട് അവർക്ക് എന്തെങ്കിലും വിഷമായാലോ? അതാ അപശകുനമായിട്ട് മാറി. ആർക്ക് എന്ത് വിഷമം വരാന്? നോക്ക്, ഇതൊക്കെ എന്റെ അമ്മയുടെ ആചാരങ്ങളല്ലേ. ആദ്യയുടെ വിവാഹത്തിന് ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പോഴും അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അതുമല്ല, നിങ്ങൾക്ക് ഈ ചടങ്ങുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആദ്യം താലികെട്ട് കഴിയട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചാ ചെയ്തു. തിരുമേനി, ചടങ്ങുകൾ നടക്കട്ടെ. മുഹൂർത്തത്തിന് മുമ്പ് സാരി മാറ്റണമല്ലോ. ചെറുക്കന്റെ വീട്ടുകാർ കൊടുത്ത സാരിയല്ലേ ഉടുത്തോണ്ട് വരേണ്ടത്. ആ കണ്ണൻ ഫോൺ ചെയ്തിട്ടില്ലല്ലോ. ഇതിന്റെ ലോക്ക് പാറ്റേൺ എങ്ങനെയാ? ഇനിയും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ കണ്ണൻ എന്തേലും പറ്റിയിട്ടുണ്ടാവോ? ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ആ ശൗരികയുടെ ഉദ്ദേശം നടക്കില്ല. താലി കെട്ടാനുള്ള സമയമാണെങ്കിൽ ആവാനായല്ലോ. നോ വേ. ആരതി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് വരുമോ? സേഫ് അല്ലേ? അപ്പൊ ആ റൗഡികളൊക്കെയോ? റൗഡികളല്ല, അവർ രാക്ഷസന്മാരായാലും ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. സൂപ്പർ, താങ്ക്സ് എ ലോട്ട്. വെൽ ഡൺ ബഡി. എല്ലാരും കാത്തിരിക്കുക. നിങ്ങൾ വേഗം വാ. ഏട്ടൻ എന്നെ എപ്പോഴും ബഡീന്ന് തന്നെയാ വിളിച്ചിരുന്നത്. എത്രയും പെട്ടെന്ന് വരാം. അതിഥി, അഞ്ജലി, കൂട്ടിക്കൊണ്ട് പോ മക്കളെ. സാഹിത്യം, ഇതൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി വെക്ക്. അല്ലെങ്കിൽ ഇനിയും പുതിയ ചടങ്ങുകളൊക്കെ കൊണ്ടുവരും. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ തന്നെ ഇരിക്കെ, ഞാനിപ്പോ വരാം.
ഇമോഷണലായി ഇനി ആരോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ നിങ്ങളുടെ ആരതേച്ചില്ലേ അവളുടെ ശവം കാണി. ഇവരെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? എന്തായോ എന്തോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഉണ്ടായെന്ന്. ഇപ്പൊ ആരതി എത്തേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ ഇനിയും എത്തിയിട്ടില്ല. ഐ ആം ലീവിങ്. അമ്മു, എന്തായി കാര്യങ്ങൾ? ഏട്ടൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായോ ആരതിയെ കൂട്ടിക്കൊണ്ടേ വരും. നീ അവളെ കൊണ്ടുപോയി മണ്ഡപത്തിലിരുത്തണം. എനിക്കും മുത്തശ്ശിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഇവരെല്ലാം എന്താ ഇങ്ങനെ ഓടി നടക്കുന്നേ? മുത്തശ്ശിയും പെരുമാറുന്ന അങ്ങനെയാണല്ലോ. ആദ്യ അമൂല്യം ഇതുവരെ ഇങ്ങനെ ടെൻഷനിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരതിയുടെ കയ്യില് മോതിരവും കാണുന്നില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അധികം സംസാരിക്കുന്നില്ല. അവളുടെ ശബ്ദത്തിനും എന്തോ മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? സംതിങ് ഇസ് റോങ് ഐ തിങ്ക്. ഇനി ഒരുപാട് താമസമുണ്ടോ? ഒന്ന് വേഗം വരാൻ പറയാ. പെട്ടെന്ന് വിളിക്കാം പൂജാരി. ആരതി റെഡിയായോ? അവളെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. അമ്മയൊന്നും മിണ്ടാതിരിക്കും. തിരുമേനി, ചടങ്ങുകളൊക്കെ നടക്കട്ടെ. അതെ, എനിക്കെന്തോ വല്ലാതെ വെപ്രാളം തോന്നുന്നുണ്ട് കേട്ടോ. സുഹാസിനി എല്ലാത്തിനും ധൃതി കാണിക്കുക. എനിക്കതിന്റെ കാരണമൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ആരതിയുടെ കഴുത്തിൽ താലി വീഴുന്നവരെ നമുക്കൊന്നും പറയണ്ട കേട്ടോ. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്?
ഇപ്പൊ താലി കെട്ടാനല്ലേ പോകുന്നത്.